ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റവയുടെ ഊത്തപ്പമാണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ റവയുടെ ഊത്തപ്പം ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നോക്കാം. ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. 250 ml 2 കപ്പ് റവയും മുറി തേങ്ങയും, തേങ്ങ ചിരകിയ മുറി തേങ്ങയും, ആവശ്യത്തിനുള്ള ഉപ്പും, സോഡാപ്പൊടി ഒരു പിഞ്ചും, പിന്നെ നമ്മള് പുളിയുള്ള തൈരായതുകൊണ്ട് 1 സ്പൂൺ തൈര് എടുത്തിട്ടുള്ളത്. പുളി ഇല്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ 3 സ്പൂൺ 4 സ്പൂണോളം എടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടിയിട്ട് ഇതിന്റെ മാവൊന്ന് റെഡിയാക്കാം. ഇതെല്ലാം കൂടി മിക്സിയിൽ ഇടാം. നമുക്ക് ഞാനിപ്പോ റവ ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ തേങ്ങയും എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടാം. സോഡാപ്പൊടി ഒരു പിഞ്ച് മതി, ഉപ്പ് ആവശ്യത്തിന് മതി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇനി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിലേക്ക് തന്നെ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാന്. വളരെ നല്ലോണം അരഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കത് ഒഴിക്കാം. ഞാന് ഒരു 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. ഇത് അരക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ 1 കപ്പ് ഒഴിച്ചിരുന്നു. ഇവിടെ അരച്ചിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത്രത്തോളം തന്നെ അരയണം. ഇനി ഈ മാവ് നമുക്കൊന്ന് 15 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് വേണം ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഊത്തപ്പത്തിന്റെ മാവ് നമ്മൾ പുളിക്കാൻ വെച്ചിട്ടുണ്ട് 15 മിനിറ്റ്. അതിന്റെ മേലെ ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഇതിപ്പോ ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ്, 4 പച്ചമുളകും, 2 ഉള്ളി, സവാള എല്ലാം ചെറുതാക്കി മുറിക്കണം. നമുക്ക് മല്ലിച്ചപ്പ് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് എടുത്തോളൂ. 2 തക്കാളിയും എല്ലാം ചെറുതാക്കി മുറിച്ചിട്ടാണ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതെല്ലാം നല്ല ഒന്ന് മിക്സ് ആക്കണം. ഉപ്പൊക്കെ നമ്മൾ മാവിൽ ചേർത്തത് കൊണ്ട് ഇതിനകത്ത് വേണ്ട. നമ്മുടെ മാവ് ഇപ്പോൾ 15 മിനിറ്റ് ആയി കാണും. നമുക്കത് നോക്കാം. നമ്മളിപ്പോ 15 മിനിറ്റ് വെച്ചിരുന്ന മാവ് റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളമാണ് ഇതിന്റെ വെള്ളത്തിന്റെ അളവ് വേണ്ടത്. നല്ല കുറുന്നനായിട്ടിരിക്കണം വെള്ളം മാവ്. ഇനി നമുക്കിത് ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഊത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അതിനാണ് ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് കാണിക്കുന്നത്. ഇത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഊത്തപ്പം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാ വ്യൂവേഴ്സും ഒന്ന് ട്രൈ ചെയ്യണം.